ക്യാമറാമാൻ രാഹുൽ മകടയ്ക്കൊപ്പം വിജിത, കേരള വിഷൻ ന്യൂസ്, തൃശൂർ. കലോത്സവ വിശേഷങ്ങളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം കവടിയാറിൽ മുൻമന്ത്രി കെ മാണി സ്മാരകം അനുവദിക്കുന്നതിനായി ഭൂമി അനുവദിച്ചിരിക്കുകയാണ് സർക്കാർ. മന്ത്രിസഭാ യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. സ്മാരകത്തിനായി തിരുവനന്തപുരം കവടിയാറിലാണ് ഇത്തരത്തിൽ ഭൂമി അനുവദിച്ചിട്ടുള്ളത്. 25 സെന്റ് ഭൂമി 30 വർഷത്തേക്ക് കെ മാണി ഫൗണ്ടേഷന് പാട്ടത്തിന് നൽകും. കെ മാണി മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ നിർമ്മിക്കുന്നതിനാണ് ഭൂമി നൽകുന്നത്. തോമസ് ഐസക് ധനമന്ത്രിയായിരുന്നപ്പോഴാണ് എതിർചേരിയിലിരുന്ന മുൻ ധനമന്ത്രി കൂടിയായ കെ എം മാണിക്ക് അദ്ദേഹത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് സ്മാരകം നിർമ്മിക്കുന്നതിന് 2020-21 ബഡ്ജറ്റിൽ 5 കോടി രൂപ പ്രഖ്യാപിച്ചിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലമായ തലസ്ഥാനത്ത് ഉചിതമായ സ്ഥലം കണ്ടെത്താനുള്ള ശ്രമം നടന്നു വരികയായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എന്തായാലും മുൻ മന്ത്രിയായിരുന്ന കെ എം മാണി സ്മാരകം നിർമ്മിക്കുന്നതിനായി ഭൂമി സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. എന്നാലും കെ മാണി സ്മാരകം നിർമ്മിക്കുന്നതിനായി തിരുവനന്തപുരം കവടിയാറിലാണ് സർക്കാർ ഭൂമി അനുവദിച്ചിട്ടുള്ളത്. 25 സെന്റ് ഭൂമി 30 വർഷത്തേക്ക് കെ മാണി ഫൗണ്ടേഷന് പാട്ടത്തിന് നൽകാനാണ് എന്തായാലും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. കെ മാണി മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ നിർമ്മിക്കുന്നതിനാണ് ഇത്തരത്തിൽ ഭൂമി എന്തായാലും അനുവദിച്ചിട്ടുള്ളത്. തോമസ് ഐസക് ധനമന്ത്രിയായിരുന്ന കാലത്താണ് ഇത്തരത്തിൽ മുൻ ധനമന്ത്രി കൂടിയായ കെ മാണിക്ക് അദ്ദേഹത്തിന്റെ പ്രാധാന്യമടക്കം ഉൾക്കൊണ്ട് ഒരു സ്മാരകം നിർമ്മിക്കണമെന്നൊരു ആവശ്യം വരുന്നത്. 2020-21 ബഡ്ജറ്റിൽ ഇതിനായി തന്നെ 5 കോടി രൂപ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ അടക്കം നടത്തിയിരുന്നു. ആ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലമായ തലസ്ഥാനത്ത് തന്നെ ഉചിതമായ സ്ഥലം കണ്ടെത്താൻ ഒരു ശ്രമങ്ങൾ നടന്നു വന്നിരുന്നു. അതിനൊടുവിലാണ് എന്തായാലും ഇപ്പോൾ കവടിയാറിൽ മുൻ മന്ത്രിയായിരുന്ന കെ എം മാണിക്ക് സ്മാരകം നിർമ്മിക്കുന്നതിനായി മന്ത്രിസഭാ യോഗത്തിൽ ഭൂമി അനുവദിച്ചിരിക്കുന്നത് സർക്കാർ. കലോത്സവ വിശേഷങ്ങളിലേക്ക് തന്നെയാണ് കടക്കുന്നത്. തൃശൂർ കലോത്സവം